ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു വിഷു സ്പെഷ്യൽ അടപ്രഥമനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അരിയട, ചവ്വരി, കശുവണ്ടി, ഉണക്കമുന്തിരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അത് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ആ അട നല്ലപോലെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അരമണിക്കൂർ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചവ്വരി എടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് ജീരകം, തേലക്കാരി, കുറച്ച് ചുക്കാണ് റോസ്റ്റ് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പ്രഥമനിലേക്കുള്ള അട നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചവ്വരിയുടെ കൂടെ ചേർക്കാം. കുറച്ച് തേങ്ങ, ഉണക്കമുന്തിരി, കശുവണ്ടിയാണ്. ഒരു പാൻ അടുപ്പിൽ വെക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും അടിപരിപ്പും ഒക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. മാറ്റി വെച്ച് നമ്മുടെ ശർക്കര പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 2ാം പാലാണ്. വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 1ാം പാല് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് ജീരകം, ചുക്ക് മിക്സ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെച്ചിരുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ അടപ്രഥമന്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്